എനിക്കിന്ന് കുറേ മാങ്ങ കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന മാങ്ങയും കൊണ്ട് മാങ്ങയുടെ പൾപ്പ് എടുത്തിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം ഫ്രിഡ്ജിൽ എന്ന്. അങ്ങനെ ഞാനും ഇത് എടുത്ത് ചകിരി മാങ്ങയാണ് കിട്ടിയത്. ഞാൻ കുറേ കൂട്ടാൻ കറി വെച്ചു, പിന്നെ വേവിച്ച് വെച്ചു അടുത്ത കൊല്ലത്തിന്. ഞാൻ വിചാരിച്ചിരുന്ന പൾപ്പ് ഉണ്ടാക്കിയിട്ട് വെച്ചാൽ നല്ലതല്ലേ. മാങ്ങ നല്ലപോലെ കഴുകണം. കഴുകിയിട്ട് അതിൻ്റെ തോല് കളഞ്ഞിട്ട് നമ്മൾ പച്ചക്കറി ചീകണ ചോപ്പറിലാണ് ഞാൻ ചീകിയത്. അപ്പോൾ അതിൻ്റെ നാരുണ്ടായിരുന്നു. ആ നാരെന്ത് കെട്ടി നമ്പന്നിട്ട് അത് വെള്ളം പൾപ്പ് കിട്ടി, കുറേ പൾപ്പ് കിട്ടി. അതെടുത്തിട്ട് മിക്സിയിലടിക്കുക. മിക്സിയിലടിച്ചിട്ട് നല്ലൊരു ചെറിയ അരിപ്പയിൽ അരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ചണ്ടി മുകളിൽ നിൽക്കും. പൾപ്പ് നല്ലതോ അടിയിൽ നല്ല നൈസായിട്ട് നല്ല നാരുപെടാത്ത പൾപ്പ് കിട്ടും. അത് നല്ലൊരു കട്ടിയുള്ള പാനിലേക്ക് ഒഴിച്ചിട്ട് അങ്ങനെ കുറുക്കണം. സിമ്മ് ചെറുതാക്കിയിട്ട് വേണം ഇടാൻ, അല്ലെങ്കിൽ അടി പിടിക്കും. എന്നിട്ട് കുറേ നേരം ഇളക്കി കഴിഞ്ഞത് ഇങ്ങനെ കുറുകണ സമയത്ത് ചെറുതായിട്ട് പകുതി കുറുകി വരുമ്പോൾ വിനാഗിരിയാണ് ഞാൻ ഒഴിച്ച് 2 ടീസ്പൂൺ വിനാഗിരി അതിൽ ഒഴിച്ച്. എന്നിട്ട് കുറുകി വരുന്ന സമയത്ത് പിന്നെ ആവശ്യത്തിന് മരത്തിന് പഞ്ചസാര ഒഴിച്ച് നല്ല കട്ടിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നമ്മൾ ആവശ്യത്തിന് കട്ടിയായി കഴിഞ്ഞാൽ ചൂടാറാൻ വെക്കുക. ചൂടാറിയതിന് ശേഷം നല്ലൊരു ബോക്സിലാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചാൽ അടുത്ത കൊല്ലം പാലൊഴിച്ചിട്ട് ജ്യൂസോ അല്ലെങ്കിൽ പുഡിങ്ങോ, പിന്നെ കുട്ടികൾക്ക് ഐസ് ഉണ്ടാക്കി കൊടുക്കുക. ചെറിയ കുട്ടികളൊക്കെ പറയുമ്പോൾ അതിൽ ഐസ് ഉണ്ടാക്കി കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ, നല്ലതാണ്. നമുക്കിപ്പോൾ എപ്പോഴും നല്ല മാങ്ങ സീസണാണ്, നിറയെ മാങ്ങ കിട്ടും. വെറുതെ കളയുന്ന മാങ്ങ ഇങ്ങനെ ചെയ്താൽ നല്ലതാണ്.